കാടിന്റെ കഥ പറയാം. ഹലോ ഗീസ്, കാടിന്റെ അല്ല ഒരു നാടിന്റെ കഥ പറയാം ഞാൻ. എന്റെ നാട്ടിലെ നാട്ടുകാർ മൊത്തം ഒരു ടീമിൽ ഗ്രൗണ്ടിൽ ഒത്തുകൂടും. അതിന്റെ കഥ പറയാം ഞാൻ. ഓണക്കാലായി എന്റെ നാട്ടിലൊരു കളി നടക്കും, തലമപ്പന്ത് കളി പറഞ്ഞിട്ട്. ആ കളി കാണാനുള്ള ജനങ്ങളാണ് ഈ കാണുന്നതൊക്കെ. ഈ കളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ടീമിൽ 9 ആൾക്കാരാണ്. 7 ആൾ ഇറങ്ങി ഒരു ടീമിൽ ഗ്രൗണ്ടിൽ ഇറങ്ങി കളിക്കും. 2 ആൾക്കാർ സബ് നിൽക്കും. ഈ കളിയിൽ 7 ഘട്ടങ്ങളുണ്ട്. തലമ, ഒറ്റ, എരട, തൊടമ, പിടിച്ചാൻ, കക്കോടി, ഓടി പറഞ്ഞിട്ട്. ഈ 7 ഘട്ടങ്ങൾ പൂർത്തിയാക്കാനാണ് ഒരു റൗണ്ട് ഫുൾ ആവുള്ളൂ. ഇങ്ങനെ 2 റൗണ്ട് ഫുൾ ആക്കിയാലാണ് ഒരു ടീം ജയിക്കുള്ളൂ. പക്ഷേ ആ 7 ഘട്ടങ്ങൾ ഒരു ടീമിന് പെട്ടെന്ന് പൂർത്തിയാക്കാൻ പറ്റില്ല. ഈ ടീമിൽ നിന്ന് ഒരാൾ കൈ കൊണ്ട് പന്തടിക്കും. അപ്പുറത്തെ ടീമിൽ നിന്ന് ഒരാൾ കാര്യം കൊണ്ട് പന്തടിച്ചാൽ വരേന്റെ അപ്പുറത്തേക്ക് പോയാൽ ആ കൈ കൊണ്ട് അടിച്ച ആളുടെ കളി പോയി. പിന്നെ ആ ടീമത്തെ വേറെ ആൾ വന്ന് ഇതേപോലെ കൈ കൊണ്ട് പന്തടിക്കണം. അഥവാ ഈ പന്ത് കളത്തിന്റെ പുറത്തേക്ക് അടിച്ചാൽ ഈ കളിയിൽ ഏറ് പറഞ്ഞൊരു സാധനമുണ്ട്. എതിർ ടീമിൽ നിന്ന് ഒരാൾ വന്ന് കളത്തിന്റെ സെന്ററിൽ ഒരു പട്ടുണ്ട്. ആ പട്ടത്തേക്ക് എറിഞ്ഞു വിളിക്കണം. അഥവാ പട്ടത്തിൽ പന്ത് കൊണ്ട ഈ സൈഡിൽ നിൽക്കുന്ന ആൾക്കാർ ഫുൾ ഇളകും. ഏറിൽ മാത്രമല്ല, എതിർ ടീമത്തെ ഒരാൾ കാര്യം കൊണ്ട് പന്ത് അടിച്ച് കളഞ്ഞാൽ ഇതന്നെ അവസ്ഥ അവിടെ. പിന്നെ പറയാനുള്ളതാണ് കമ്മിറ്റിക്കാരെ കുറിച്ച്. അവരുള്ളതുകൊണ്ടാണ് ഈ കളി ഇവിടെ വൃത്തിക്ക് നടക്കുന്നത്. ബാക്കിൽ ഒരു വരണ്ട്, അവിടെ നിന്ന് എല്ലാവരും കയറി ഇരുന്ന് അപ്പോൾ അവർ വരും. പിന്നെ എല്ലാവരും ഇറക്കി എടുത്തിട്ട് അവിടെ കളി സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അതുവരെ അവരെല്ലാവരും ഇങ്ങനെ ഇറക്കിക്കൊണ്ടിരിക്കും. ഈ കളീന് 4 സൈഡ് ഇതേപോലെ കമ്മിറ്റിക്കാരുണ്ടാവും. ഈ കളിനെ കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ യൂട്യൂബിൽ പോയിട്ട് തലമപ്പന്ത് കളി എന്ന് അടിച്ചാൽ മതി. ഈ കളിനെ കുറിച്ച് 2-3 പാട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ന്യൂസിലും വന്നിട്ടുണ്ട്.